ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 1-ാം അധ്യായം അതിലെ 13-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ അഥ പ്രഥമോധ്യായഃ. രാജോവാച പ്രിയവ്രതോ ഭാഗവത ആത്മാരാമഃ കഥം മുനെ ഗൃഹേ അരമതയന്മൂലഃ കർമ്മബന്ധ പരാഭവഃ. നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷ്വഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. മഹതാം ഖലു വിപ്രശ്രേ ഉത്തമശ്ലോകപാദയോഃ ഛായാ നിർവൃതചിത്താനാം ന കുടുംബേ സ്പൃഹാമതിഃ. സംശയോയം മഹാൻ ബ്രഹ്മൻ ദാരാഗാരസുതാദിഷു സക്തസ്യ യത്സിദ്ധിരഭൂത് കൃഷ്ണേ ച മതിരച്യുത. ശ്രീശുകോവാച ബാഢമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസ ആവേശിതചേതസോ ഭഗവത പരമഹംസദൈത കഥാം കിഞ്ചിതന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിൻവന്തി. യർഹി വാവഹ രാജൻ സ രാജപുത്രഃ പ്രിയവ്രതഃ പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയാഞ്ജസാവഗത പരമാർത്ഥ സതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ വനിതല പരിപാലനായാം നാദപ്രവരഗുണൈകാന്തഭാജനതയാ സ്വപിത്രോപാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവാവ്യവധാന സമാധിയോഗേന സമാവേശിത സകലകാരകക്രിയാകലാപോ നൈവാഭ്യനന്ദദ്യദ്യപി പ്രത്യാംനാതവ്യം തദധികരണ ആത്മനോന്യസ്മാദസദോപി പരാഭവമന്വീക്ഷമാണഃ. അഥഃ ഭഗവാനാദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണാനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിരഖില നിഗമ നിജഗണ പരിവേഷ്ടിത സ്വഭവനാദവതതാര. സ തത്ര തത്ര ഗഗനതല ഉഡപതിരിവ വിമാനാവലിഭിർ അനുപഥമരപരിവൃഢൈരഭിപൂജ്യമാന പഥി പഥി ച വരൂഥശഃ സിദ്ധഗന്ധർവസാധ്യ ചാരണമുനിഗണൈരുപഗീയമാനോ ഗന്ധമാദനദ്രോണീമവഭാസയൻ ഉപസസർപ്പ. തത്ര ഹവായേനം ദേവർഷിർ ഹംസയാനേന പിതരം ഭഗവന്തം ഹിരണ്യഗർഭമുപലഭമാന സഹസൈവോത്ഥായാർഹണേന സഹ പിതാ പുത്രാഭ്യാമവഹിതാഞ്ജലി ഉപതസ്ഥേ. ഭഗവാനപി ഭാരത തതുപനീതാർഹണ സൂക്തവാക്യേനാദിതരാമുദിതഗുണഗണാവതാരസുജയഃ പ്രിയവ്രതമാദിപുരുഷസ്തം സദയഃ സാവലോകയിതി ഹോവാച. ശ്രീഭഗവാനുവാച നിബോധതാതേദമൃതം ബ്രവീമി മാ സൂയിതും ദേവമർഹസ്യ പ്രമേയം വയം ഭവസ്തേ തത ഏഷ മഹർഷിർവഹാമ സർവേ വിവശാ യസ്യ ദിഷ്ടം. ന തസ്യ കശ്ചിത് തപസാ വിദ്യയാ വാ ന യോഗവീര്യേണ മനീഷയാ വാ നൈവാർത്ഥധർമ്മൈഃ പരതസ്വതോ വാ കൃതം വിഹന്തം തനുഭൃദ്വിഭൂയാത്. ഭവായ നാശായ ച കർമ്മ കർത്തും ശോകായ മോഹായ സദാ സദാ ഭയായ സുഖായ ദുഃഖായ ച ദേഹയോഗമവ്യക്തദിഷ്ടം ജനതാം ഗധത്തെ. അടുത്ത ശ്ലോകമാണ് ഇനി എടുക്കാനുള്ളത്. യദ്വാജിതന്ത്യം ഗുണകർമ്മദാമഭി സുദുസ്തരൈർവത്സവയം സുയോജിതാഃ സർവേ വഹാമോ ബലിമീശ്വരായ പ്രോതാ നസീവദ്യുപദേ ച ദുഷ്പദ. യദ്വാചിതന്ത്യം ഗുണകർമ്മദാമഭി സുദുസ്തരൈർവത്സവയം സുയോജിതാഃ സർവേ വഹാമോ ബലിമീശ്വരായ പ്രോതാ നസീവദ്യുപദേ ച ദുഷ്പദ. ഒന്നുകൂടി ചൊല്ലാം. യദ്വാജിതന്ത്യം ഗുണകർമ്മദാമഭി സുദുസ്തരൈർവത്സവയം സുയോജിതാഃ സർവേ വഹാമോ ബലിമീശ്വരായ പ്രോതാ നസീവദ്യുപദേ ച ദുഷ്പദ. അലയോ പ്രിയപ്പെട്ടവനെ, ഹേ വത്സ,
വത്സ സുദുസ്തരേർ വത്സ ഹേ വത്സ പ്രിയപ്പെട്ടവനെ വയം സർവേ നാം എല്ലാം അഴിച്ചെടുക്കാൻ പറ്റാത്ത ആ ഗുണകർമ്മ ആകുന്ന കയറുകളാൽ യാതൊരാളുടെ വാക്കാകുന്ന കയറിൽ നന്നായി ഉറപ്പിച്ചവരായിട്ട് മൂക്കിൽ കെട്ടിയ നാൽക്കാലികൾ ആ കയറ് മൂക്കിൽ കെട്ടിയ കയറ് പോലെ നാൽക്കാലികൾ ഇരുകാലി മനുഷ്യന് എന്ന പോലെ ആ ഈശ്വരന് ആ ഈശ്വരന് കപ്പം വഹിക്കുന്നു എന്നർത്ഥം. യദ്വാചിതന്ത്യാം വാക്കുകളാകുന്ന ആ തന്തി നൂലുകൊണ്ട് ഗുണകർമ്മദാമഭി ഗുണകർമ്മങ്ങളാകുന്ന കയറുകളാൽ സുദുസ്തരൈർവത്സവയം സുയോജിത അഴിച്ചെടുപ്പാൻ പറ്റാത്ത ആ ഗുണം കർമ്മം ഇത്യാദി കയറുകളാൽ യാതൊരാളുടെ വാക്കാകുന്ന ആ കയറിൽ സുയോജിത നന്നായിട്ട് ഉറപ്പിച്ചിട്ട് നസി ആ മൂക്കിൽ കെട്ടിയ നാൽക്കാലികൾ മൂക്ക് കയറി കെട്ടിയ നാൽക്കാലികളെ പോലെ ദ്വിപദേ ആ മനുഷ്യന് നാൽക്കാലികൾ മനുഷ്യനെ എന്ന പോലെ മനുഷ്യൻ പറയുന്ന ഇത് മുഴുവൻ അതിന് അനുസരിക്കേണ്ടതായിട്ട് വരുന്നത് പോലെ ഈശ്വരന് ബലിം ഈശ്വരന് കപ്പം വഹിക്കുന്നു ഈശ്വരൻ പറയുന്നതെല്ലാം നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നു എന്നർത്ഥം. അപ്പോൾ ഹേ വത്സ അല്ലയോ പ്രിയപ്പെട്ടവനെ വയം സർവേ നാം എല്ലാവരും സുദുസ്തരൈഹി അഴിച്ചെടുപ്പാൻ പറ്റാത്ത ഗുണകർമ്മദാമഭി ഗുണം കർമ്മം ഇത്യാദി കയറുകളാൽ യദ്വാചി യാതൊരാളുടെ വാക്കാകുന്ന തന്ത്യാം കയറിൽ സുയോജിതാഹ നന്നായിട്ട് ഉറപ്പിച്ചവരായിട്ട് നസി മൂക്കിൽ പ്രോതാഹ കെട്ടിയ ചതുഷ്പദ നാൽക്കാലികൾ ദ്വിപദേ ഇവ ഇരുകാലി മനുഷ്യന് എന്ന പോലെ ഈശ്വരന് ബലിം കപ്പം വഹാമ വഹിക്കുന്നു. ഒന്നുകൂടി പറയാം. ഹേ വത്സ അല്ലയോ പ്രിയപ്പെട്ടവനെ വയം സർവേ നാം എല്ലാം സുദുസ്തരൈഹി അഴിച്ചെടുപ്പാൻ പറ്റാത്ത ഗുണകർമ്മദാമഭി ഗുണം കർമ്മം ഇത്യാദി കയറുകളാൽ യദ്വാചി യാതൊരാളുടെ വാക്കാകുന്ന തന്ത്യാം കയറിൽ സുയോജിതാഹ നന്നായിട്ട് ഉറപ്പിച്ചവരായിട്ട് നസി മൂക്കിൽ പ്രോതാഹ കെട്ടിയ ചതുഷ്പദ നാൽക്കാലികൾ ദ്വിപദേ ഇവ ഇരുകാലി മനുഷ്യന് എന്ന പോലെ ഈശ്വരന് ബലിം കപ്പം വഹാമഹ വഹിക്കുന്നു. ഇത് അപ്പോൾ അന്വയം വന്നിട്ട് ഹേ വത്സ വയം സർവേ സുദുസ്തരൈഹി ഗുണകർമ്മദാമഭി യദ്വാചി തന്ത്യാം സുയോജിതാഹ നസിപ്രോതാഹ ചതുഷ്പദഃ ദ്വിപദേ ഇവ ഈശ്വരായ ബലിം വഹാമഹ. ഒന്നുകൂടി പറയാം. ഹേ വത്സ വയം സർവേ സുദുസ്തരൈഹി ഗുണകർമ്മദാമഭി യദ്വാചി തന്ത്യാം സുയോജിതഃ നസി പ്രോതാഹ ദ്വിപദേ ഇവ ഈശ്വരായ ബലിം വഹാമഹ. അല്ലയോ പ്രിയപ്പെട്ടവനെ നാം എല്ലാം അഴിച്ചെടുപ്പാൻ പറ്റാത്ത ഗുണം കർമ്മം ഇത്യാദി കയറുകളാൽ യാതൊരാളുടെ വാക്കാകുന്ന കയറിൽ നന്നായി ഉറപ്പിച്ചവരായിട്ട് മൂക്ക് കയർ കെട്ടിയ നാൽക്കാലികൾ മനുഷ്യന് എന്ന പോലെ ആ ഈശ്വരന് ബലിയെ വഹിക്കുന്നു. അതാണ് പറയുന്നത്. അല്ലയോ പ്രിയപ്പെട്ടവനെ തപസ് വിദ്യ യോഗശക്തി ബുദ്ധിശക്തി ധർമാർത്ഥാനുഷ്ഠാനം അന്യരുടെ സഹായം സ്വന്തം കഴിവ് എന്നിവ കൊണ്ടൊന്നും തന്നെ ആ ജീവജാലങ്ങളിൽ ആർക്കും ഈശ്വരേച്ഛയെ അവലംബിക്കുവാൻ സാധ്യം അല്ല. ജനനം മരണം കർമ്മം ശോകം മോഹം ഭയം സുഖം ദുഃഖം ദേഹപ്രാപ്തി എന്നിങ്ങനെ സർവത്തിനും ജനങ്ങൾ അവ്യക്തരൂപിയായിരിക്കുന്ന ഈശ്വരൻ്റെ ഇച്ഛയെ ആശ്രയിക്കുന്നു. വേദത്തിലെ ആ വിധിനിഷേധങ്ങളാകുന്ന വാക്കുകളിൽ ആണ് വേദത്തിലത്തെ വിധിനിഷേധങ്ങളാകുന്ന വാക്കുകളിൽ ഗുണകർമ്മങ്ങളായ കയറുകളെല്ലാം നാം ബദ്ധരാണ്. മൂക്കു കയറിട്ട കാളകൾ മനുഷ്യനുള്ള ഉപകാരങ്ങളെ ഏറ്റി നടക്കുന്നത് പോലെ നാം ആ വേദവാക്യങ്ങളാൽ ബദ്ധരായിട്ട് ആ ഈശ്വരന് ബലിയർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി നോക്കാം നമുക്ക്.
കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു എല്ലാവരും ഈശ്വരന് അധീനരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹേ വത്സ ബാല യദ്വാചി തന്ത്യാം യാതൊരുവൻ്റെ വാക്കാകുന്ന തന്തിയിൽ സുദുസ്തരൈഹി അതിക്രമിപ്പാൻ പ്രയാസം അധികമുള്ള ആ ഗുണകർമ്മദാമഭി പ്രയാസം അധികമുള്ള ആ ഗുണങ്ങളും കർമ്മങ്ങളുമാകുന്ന കയറുകൊണ്ട് സുയോജിതാഹ നന്നായി യോജിക്കപ്പെട്ടിരിക്കുന്ന വയം സർവേ നമ്മൾ എല്ലാവരും നാസികയിൽ പ്രോത കയറിട്ട് പിടിക്കപ്പെട്ട ചതുഷ്പദ നാൽക്കാലികൾ ദ്വിപദേ ഇവ മനുഷ്യനായിക്കൊണ്ടെന്ന പോലെ ഈശ്വരനായിക്കൊണ്ട് ബലിം പൂജയെ വഹിക്കുന്നു എന്നർത്ഥം. വത്സ യദ്വാജിതന്ത്യാം സുദുസ്തരൈഹി ഗുണകർമ്മദാമഭി സുയോജിതാഹ വയം സർവേ നസിപ്രോതാ ചതുഷ്പദഃ ദ്വിപദേ ഇവ ഈശ്വരായ ബലിം വഹാമഹ. അല്ലയോ ബാല കുഞ്ഞേ, യാതൊരുവൻ്റെ വാക്കാകുന്ന തന്തിയിൽ അതിക്രമിപ്പാൻ പ്രയാസം അധികമുള്ള ആ ഗുണങ്ങളും കർമ്മങ്ങളുമാകുന്ന കയറുകൊണ്ട് യോജിപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും കയറിട്ട് പിടിക്കപ്പെട്ട മൂക്ക് കയറിട്ട് പിടിക്കപ്പെട്ട നാൽക്കാലികൾ ഇവ മനുഷ്യനായിക്കൊണ്ടെന്ന പോലെ ആ ഈശ്വരനായിക്കൊണ്ട് ആ പൂജയെ വഹിക്കുന്നു. കർമ്മത്തിലും ആ ജീവസമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലെന്ന് കാണിക്കുകയാണ് ഇവിടെ. ഹേ വത്സ, വേദലക്ഷണങ്ങളായിരിക്കുന്ന ഭഗവാന്റെ വാക്കുകളാകുന്ന തന്ത്രിയിൽ സത്വാദി ഗുണങ്ങളും കർമ്മങ്ങളുമാകുന്ന കയറുകൊണ്ട് അതിക്രമിപ്പാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെല്ലാവരും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മൂക്ക് കയറിട്ട് പിടിച്ച് വാഹനത്തോട് ബന്ധിക്കപ്പെട്ട നാൽക്കാലികൾ അവരുടെ യജമാനന്മാർക്ക് വേണ്ടിയിട്ട് ആ ജോലി ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ആ ഗുണകർമ്മവാസനകളെ അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു. ജന്മാന്തര കർമ്മവാസനകളും സത്വാദി ഗുണങ്ങളുമാകുന്ന കയർ കൊണ്ട് ഈശ്വരൻ നമ്മളെ കർമ്മമാർഗത്തിൽ നിബന്ധിച്ചിരിക്കുന്നു. അധികാരപ്രാപ്തങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ ഈശ്വരാരാധനയായിട്ട് നമ്മൾ നടത്തുന്ന പക്ഷം ഭഗവാന്റെ കാരുണ്യം നമ്മളിലുണ്ടാവും. അപ്പോൾ ഈശ്വരൻ തന്നെ ഈ ബന്ധത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കും. അതല്ലാതെ സ്വശക്തി കൊണ്ട് ഈ കെട്ടറുത്ത് പോവാൻ നമ്മൾക്ക് ശക്തിയില്ല. വാഹനത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കുതിരകൾ, കാളകൾ മുതലായ നാൽക്കാലികൾ മടികൂടാതെ പ്രവൃത്തി ചെയ്താൽ അവയെ കെട്ടഴിച്ചു വിട്ട് പുല്ലും വെള്ളവും കൊടുത്തു വിശ്രമിപ്പിക്കണം എന്നുള്ള കാരുണ്യം മനുഷ്യർക്കുണ്ടാകുന്നത് പോലെ ഈശ്വരനും ജീവസമൂഹത്തെ അനുഗ്രഹിക്കുവാൻ കരുണയുണ്ടാകുമ്പോൾ അല്ലാതെ ഇതിൽ നിന്നും നിവൃത്തി ലഭിക്കുകയില്ലെന്ന് ബോധിപ്പിക്കുവാനാണ് ഈ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. വത്സ സർവേ വയം യദ്വാജിതന്ത്യാം സുദുസ്തരൈഹി ഗുണകർമ്മദാമഭിഃ സ്വയോജിതാഃ നസിപ്രോതാഃ ചതുഷ്പദഃ ദ്വിപദ ഇവ ഈശ്വരായ ബലിം വഹാമഹ. പ്രിയവ്രത, ലയോ വത്സ, നാം ഏവരും യാതൊരാളുടെ ആ തിരുവായ്മൊഴിയാവുന്ന കയറിൽ കുതറിച്ചാടുവാൻ തരമില്ലാത്ത ആ ഗുണകർമ്മങ്ങളാവുന്ന ചരടുകൾ കൊണ്ട് ഇണക്കിക്കെട്ടിയിട്ട മൂക്കിൽ കയറിട്ട നാൽക്കാലികൾ മനുഷ്യനെ എന്ന പോലെ സർവേശ്വരനായിക്കൊണ്ട് സ്വകർമാർപ്പണമാവുന്ന ആ ഭാരത്തെ ചുമന്നുകൊണ്ട് ഇരിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതിലത്തെ വ്യാഖ്യാനം എന്താണ് പറഞ്ഞതെന്നുള്ളത് നോക്കാം. വ്യാഖ്യാനത്തിൽ കിംജ സർവേ വയം യസ്യ എന്നാൽ സർവരും വേദലക്ഷണായാം തന്ത്യാം ആ വേദലക്ഷണമാകുന്ന വിധി നിഷേധങ്ങളുടെ ആ തന്ത്രികൾ ആ ചരടുകൾ കൊണ്ട് ഗുണകർമ്മദാമഭിർബദ്ധ ഗുണകർമ്മങ്ങളാകുന്ന ആ ചരടുകൾ കൊണ്ട് ബദ്ധനായിട്ട്
സന്തസ്തദിച്ഛയാ കർമ്മ കുർമഃ. ചരടുകളാൽ ബദ്ധനായിട്ട് ഇച്ഛയാ സത്തുക്കൾ അവരുടെ ഇച്ഛകൾ കൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നു. കിംച സർവേ വയം യസ്യാ വേദലക്ഷണായാം. എന്നാൽ അസർവരും ഈ വിധിനിഷേധങ്ങളാകുന്ന ആ വേദങ്ങളുടെ വാക്കുകൾ പിടിച്ചിട്ട് ഗുണകർമ്മധാമഭിർബദ്ധ, ആ ഗുണകർമ്മങ്ങളാകുന്ന ധാമങ്ങളാൽ, ആ കയറുകളാൽ ബദ്ധരായിട്ട് സന്തസ്തദിച്ഛയാ, ആ സത്തുക്കളുടെ ഇച്ഛയ്ക്കായിക്കൊണ്ട് കർമ്മ കുർമഃ. ഗുണകർമ്മസംഗാത് ഭഗവതാ ദത്തം. ഇതിപ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നു. എങ്ങനെ ചെയ്യണം? മൂക്കിൽ കയറിട്ട് നാൽക്കാലികൾ മനുഷ്യനെ എന്ന പോലെ സർവേശ്വരനായിട്ട് സ്വകർമാർപ്പണമാവുന്ന ആ ഭാരത്തെ ചുമന്നുകൊണ്ടിരിക്കുന്നു. ആണ് ഗുണകർമ്മസംഗാത്, ഗുണകർമ്മസംഘങ്ങളെ കൊണ്ട് ഭഗവാനാൽ തന്നിട്ടുള്ള സുഖം ദുഃഖം വാ സ്വീകുർമ്മ, സുഖദുഃഖങ്ങളെ സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. കിംച സർവേ വയം യസ്യാ വേദലക്ഷണായാം തന്ത്യാം ഗുണകർമ്മധാമഭിർബദ്ധ സന്തസ്ഥദിച്ഛയാ കർമ്മ കുർമഃ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം വന്നിട്ട് ഈശ്വരാഭിസൃഷ്ടം ഹ്യവരുന്ധമഹേംഗ ദുഃഖം സുഖം വാ ഗുണകർമ്മസംഗാത് ആസ്ഥായ തത്തദ്യദയുങ്ക്ത നാഥശ്ചക്ഷുസ്മദാന്ത ഇവ നിയമാനാ. ഈശാഭിസൃഷ്ടം ഹ്യവരുന്ധമഹേംഗ ദുഃഖം സുഖം വാ ഗുണകർമ്മസംഗാത് ആസ്ഥായ തത്തദ്യദയുങ്ക്ത നാഥശ്ചക്ഷുഷ്മദാന്ത ഇവ നീയമാനാഹ. അല്ലയോ അംഗ, പ്രിയപ്പെട്ടവനെ, നാഥനായവൻ ആ ഗുണം കർമ്മം ഇവയോട് ചേർച്ചയാൽ ഏതേതു ചേർത്തിണക്കിയോ അതാത് അവസ്ഥയെ ഏറ്റെടുത്തിട്ട് കാഴ്ചയുള്ളവനാൽ നയിക്കപ്പെടുന്ന അന്ധരെ പോലെ ആ ദൈവദത്തമായത് മാത്രം സുഖമായാലും ദുഃഖമായാലും അത് ഏറ്റ് നടക്കുന്നു എന്നുള്ളതാണ്. അല്ലയോ പ്രിയപ്പെട്ടവനെ, നാഥനായവൻ അഗുണം കർമ്മം ഇവയോടുള്ള ചേർച്ചയാത് ഏതേത് ചേർത്തിണക്കിയോ അതാത് അവസ്ഥയെ ഏറ്റെടുത്ത് കാഴ്ചയുള്ളവനാൽ നയിക്കപ്പെടുന്ന അന്ധരെ പോലെ ആ ദൈവദത്തം ആയത് മാത്രം ആ സുഖമായാലും ദുഃഖമായാലും ഏറ്റു നടക്കുന്നു. ഹേ അംഗ, അല്ലയോ പ്രിയപ്പെട്ടവനെ, നാഥനായവൻ ഗുണകർമ്മസംഗാത് ആ ഗുണം കർമ്മം ഇവയോടുള്ള ചേർച്ചയാത് യത് ഏതേത് അയുങ്ക്ത ചേർത്തിണക്കിയോ തത് അതാത് അവസ്ഥയെ ആസ്ഥായ ഏറ്റെടുത്ത് ചക്ഷുഷ്മത കാഴ്ചയുള്ളവനാൽ നീയമാനഃ നയിക്കപ്പെടുന്ന അന്ധാഹ ഇവ അന്ധരെ പോലെ ഈശാഭിസൃഷ്ടം ദൈവദത്തമായത് മാത്രം സുഖം ദുഃഖം വാ സുഖമായാലും ദുഃഖമായാലും അവരുന്ധമഹേ ഏറ്റു നടക്കുന്നു. ഒന്നുകൂടി പറയാം. ഹേ അങ്കാലയോ പ്രിയപ്പെട്ടവനെ, നാഥനായവൻ ഗുണകർമ്മസംഗാൽ ഗുണം കർമ്മം ഇവയോടുള്ള ചേർച്ചയാൽ യത് ഏതേത് അയുങ്ക്ത ചേർത്തിണക്കിയോ തത് അതാത് അവസ്ഥയെ ആസ്ഥായ ഏറ്റെടുത്ത് ചക്ഷുഷ്മത കാഴ്ചയുള്ളവനാൽ നീയമാനഃ നയിക്കപ്പെടുന്ന അന്ധാഹ ഇവ അന്ധരെ പോലെ ഈശാഭിസൃഷ്ടം ദൈവദത്തമായതു മാത്രം സുഖം ദുഃഖം വാ സുഖമായാലും ദുഃഖമായാലും അവരുദ്ധമഹേ ഏറ്റെടുക്കുന്നതാണ്. ഈശാഭിസൃഷ്ടം ഈശ്വരനാൽ ദൈവസൃഷ്ടം ആയത് മാത്രം ഹ്യവരുദ്ധമഹേ ഏറ്റു നടക്കുന്നു.
ഈശാഭിമഹേങ്ക ദുഃഖം സുഖം വാ, സുഖമായാലും ദുഃഖമായാലും അതിനെ എന്തുകൊണ്ട് ഗുണകർമ്മസംഘങ്ങളെ കൊണ്ട് ആസ്ഥായ, ആ ഗുണകർമ്മങ്ങളായിരിക്കുന്ന സംഘങ്ങളെ ഏറ്റെടുത്ത് തത്തദ്യതയുങ്ത, ആ അതാത് അവസ്ഥയെ ഏറ്റെടുത്ത് അതിനെ നാഥശ്ചക്ഷുഷ്മതാന്ത, അതിനെ കാഴ്ചയുള്ളവൻ അന്ധന്മാരെ പോലെ, അന്ധരെ നയിക്കുന്നത് പോലെ ആ ദൈവദത്തമായത് മാത്രമായിരിക്കുന്ന സുഖമായാലും ദുഃഖമായാലും അതിനെ ഏറ്റെടുത്ത് നടക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ അർത്ഥം? നാം ആ വേദവാക്യങ്ങളാൽ ബദ്ധരായിട്ട് ആ ഈശ്വരന് ബലയർപ്പിക്കുന്നു. ഗുണം കർമ്മം എന്നിവയ്ക്ക് അനുസൃതമായിട്ട് ഈശ്വരൻ നൽകുന്ന സുഖദുഃഖങ്ങൾ നാം അനുഭവിക്കുന്നു. നാഥനായ ഈശ്വരൻ ഏതിനോട് യോജിപ്പിക്കുന്നുവോ അതനുസരിക്കുക. കണ്ണുള്ളവർ നയിക്കുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുക മാത്രമേ അന്ധന്മാർക്ക് ഗതിയുള്ളൂ. അപ്രകാരം ഈശ്വരൻ നമ്മെ നയിക്കുന്നു. നാം അതനുസരിച്ചേ തീരൂ. നയിക്കുന്നവൻ്റെ ഇച്ഛാനുസരണം ചിലപ്പോൾ വീഴ്ചയും പറ്റിയേക്കും. ഇവയാണ് അവശതയ്ക്കുള്ള ഹേതു എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അംഗ അല്ലയോ നാഥ, അല്ല അംഗ ബാല, അംഗ എന്ന് പറഞ്ഞ ബാല, ഗുണകർമ്മ സംഘാത്, ആ ഗുണകർമ്മ സംഘം ഏതുവായിട്ട് ദുഃഖം സുഖം വാ, ദുഃഖമോ സുഖമോ, ഈശ ഈശ്വരനാൽ അഭിസൃഷ്ടം നൽകപ്പെടുന്നതിനെ അവരുന്ധ്മഹേ നമ്മൾ അനുസരിക്കുന്നുവോ, നാഥ സ്വാമി യത് യത് അയുക്ത ഏതേതിനെ യോജിപ്പിച്ചുവോ, സ്വാമി ഏതേതിനെ യോജിപ്പിച്ചുവോ തത്തത് അതതിനെ ആസ്ഥായ സ്വീകരിച്ചിട്ട് ചക്ഷുഷ്മത കണ്ണുള്ളവനാൽ നീയമാനഹ നടത്തപ്പെടുന്ന അന്ധാഹ ഇവ ദൃഷ്ടിഹീനന്മാരെന്ന പോലെ നടക്കുന്നു അർത്ഥം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ അംഗ നാഥ ഗുണകർമ്മസംഗാത് യത് യത് അയുക്ത തത്തത് ആസ്ഥായ ചക്ഷുഷ്മത നീയമാനാഹ അന്ധാഹ ഈശാഭിസൃഷ്ടം സുഖം ദുഃഖം വാ അവരുന്ധ്മഹേ. എന്നുകൂടി പറയാം. ഹേ അംഗ നാഥ ഗുണകർമ്മസംഗാത് യത് യത് അയുക്തേ യത് യത് അയുക്ത തത്തത് ആസ്ഥായ ചക്ഷുഷ്മത നീയമാനഃ അന്ധാഹ ഇവ ഈശാഭിസൃഷ്ടം ദുഃഖം സുഖം വാ അവരുന്ധ്മഹേ. പ്രിയപ്പെട്ടവനെ, നാഥനായിരിക്കുന്നവൻ ആ ഗുണം കർമ്മം ഇവയോട് ചേർച്ചയാൽ ഏതേത് ചേർത്തിണക്കിയോ അതാത് അവസ്ഥയെ ഏറ്റെടുത്ത് ആ കാഴ്ചയുള്ളവനാൽ നയിക്കപ്പെടുന്ന അന്ധരെ പോലെ ആ ദൈവദത്തം ആയത് മാത്രം സുഖമായാലും ദുഃഖമായാലും ആ ഏറ്റു നടക്കുന്നു. ഇവിടെ അംഗ ഗുണകർമ്മ സംഗാൽ ദുഃഖം സുഖം വാ ഈശാ അഭിസൃഷ്ടം അവരുന്ധ്മഹേ. നാഥ യത് യത് അയുക്ത തത്തത് ആസ്ഥായ ചക്ഷുഷ്മതാ നീയമാനാഹ അന്ധാഹ ഇവ അതായത് ആ ബാല ഗുണകർമ്മസംഘം ഹേതുവായിട്ട് സുഖം ദുഃഖം, സുഖമോ ദുഃഖമോ ഈശ്വരനാൽ നൽകപ്പെടുന്നതിനെ നമ്മൾ അനുസരിക്കുന്നു. സ്വാമി ഏതേതിനെ യോജിപ്പിച്ചുവോ അതതിനെ സ്വീകരിച്ചിട്ട് കണ്ണുള്ളവനാൽ അന്ധന്മാർ നയിക്കപ്പെടുന്നത് പോലെ ദൃഷ്ടിഹീനന്മാരെന്ന പോലെ നയിക്കപ്പെടുന്നു. ഭോഗാനുഭവത്തിലും സ്വാതന്ത്ര്യം ഇല്ലെന്ന് ദൃഷ്ടാന്തപൂർവം ഉപദേശിക്കുകയാണ്. സത്വാദി ഗുണങ്ങളെയും ജന്മാന്തര കർമ്മവാസനകളെയും അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സമുചിതങ്ങളായിരിക്കുന്ന ദുഃഖങ്ങളെയോ ഈശ്വരൻ നമ്മൾക്ക് നൽകുന്നതിനെ നമ്മൾ അനുസരിച്ചു കൊള്ളണം. അതത് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതിന് ഉചിതമായിരിക്കുന്ന സ്ഥാനത്തിൽ ഭഗവാൻ നമ്മളെ ജനിപ്പിക്കുകയും ഉചിത സുഖദുഃഖങ്ങൾ നൽകുകയും ചെയ്യുന്നു. കുരുടന്മാരുടെ കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്നവർ ദൃഷ്ടിയുള്ളവർ ഏതു സ്ഥാനത്തിൽ കൊണ്ടുപോകുന്നുവോ അവിടെ വസിപ്പാൻ അന്ധന്മാർ പെട്ടവരാകുന്നു. സുഖോചിത വാസസ്ഥാനം കണ്ടുപിടിക്കാനും അവിടെ പോവാനും അന്ധന്മാർ അശക്തരാകുന്നുവല്ലോ. നാൽക്കാലികൾക്ക് കുടിപ്പാനും ഭക്ഷിപ്പാനും സ്വാമി നൽകുന്നതിനെ സ്വീകരിക്കുകയല്ലാതെ മറ്റു നിവൃത്തിമാർഗം അവർക്കില്ലാത്തതുപോലെ സർവേശ്വരൻ നൽകുന്ന ഭോഗത്തെ
അംഗീകരിപ്പാനല്ലാതെ അതിനെ അതിക്രമിപ്പാൻ ഒരു ജീവവർഗത്തിനും സാമർഥ്യമില്ല. സ്വാമിയായ ഈശ്വരൻ ദേവതിര്യകാദികളായിരിക്കുന്ന ഏതേതു ദേഹങ്ങളെയും ഭോഗങ്ങളെയും നൽകുന്നുവോ അവയെ സ്വീകരിച്ചു കൊള്ളണം. ഇതാണ് അവസ്ഥ. അപ്പോൾ അംഗനാഥ ഗുണകർമ്മസംഗാത് യത് യത് അയുക്ത തത് തത് ആസ്ഥായ ചക്ഷുഷ്മതാ നീയമാനാഹ അന്ധാഹ ഇവ ഈശ്വര അഭിസൃഷ്ടം ഹി ദുഃഖം സുഖം വാ അവരുദ്ധ്മഹേ. വത്സ പ്രിയവ്രത സർവേശ്വരൻ ആ ഗുണകർമ്മങ്ങളുടെ വാസനാപ്രസക്തി നിമിത്തം ഏതേത് ശരീരത്തിലേക്ക് ഏർപ്പെടുത്തി വച്ചുവോ അതാത് ശരീരത്തെ സ്വീകരിച്ച് കണ്ണിനു കാഴ്ചയുള്ളവനാൽ നയിക്കപ്പെടുന്ന കണ്ണുപൊട്ടന്മാരെന്ന പോലെ വർത്തിച്ചുകൊണ്ട് ആ ഈശ്വരനാൽ പ്രദത്തമായത് മാത്രം ആ ദുഃഖമായാലും സുഖമായാലും നാം അത് ഏറ്റെടുക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതാണ് ഈശാഭിസൃഷ്ടം ഹ്യവരുന്ധ്മഹേംഗ ദുഃഖം സുഖം വാ ഗുണകർമ്മ സംഗാത് ആസ്ഥായ തത്തദ്യതയുക്തനാഥശ്ചക്ഷുഷ്മദാന്ത ഇവ നീയമാനാഹ. അപ്പം ഇതിലെ വ്യാഖ്യാനം വന്നിട്ട് അതാണ് ഇപ്പോൾ ഇവിടെ മുമ്പ് പറഞ്ഞത്. ഗുണകർമ്മസംഗാ, ആ ഗുണകർമ്മസംഘങ്ങളെ കൊണ്ട് ഭഗവതാദത്തം, ഭഗവാനാൽ ദത്തമായിട്ടുള്ള സുഖം ദുഃഖം വാ, സുഖത്തെയും ദുഃഖത്തെയും ഏതേതാണോ തരുന്നത് അതായത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു എന്നർത്ഥം. ഗുണകർമ്മസംഗാത് ഭഗവതാദത്തം സുഖം ദുഃഖം വാ സ്വീകുർമ. അതാണ് വ്യാഖ്യാനം. ആ ഗുണകർമ്മസംഘങ്ങളെ കൊണ്ട് ഭഗവാനാൽ നൽകപ്പെട്ട സുഖത്തെയും ദുഃഖത്തെയും ഏതാണ് തരുന്നത് വെച്ചാൽ അതിനെ സ്വീകുർമ സ്വീകരിക്കുന്നു. അപ്പോൾ വ്യാഖ്യാനം ഗുണകർമ്മസംഗാത് ഭഗവതാദത്തം സുഖം ദുഃഖം വാ സ്വീകുർമ. അപ്പോൾ അടുത്ത ശ്ലോകം 16. മുക്തോപി താവത് വിഭ്രിയാത് സ്വദേഹമാരബ്ധമസ്നൻ അഭിമാനശൂന്യ യഥാനുഭൂതം പ്രതിയാത നിദ്ര കിഞ്ചാന്യദേഹായ ഗുണാന്ന വൃങ്ക്തേ. മുക്തോപി താവത് വിഭ്രിയാത് സ്വദേഹമാരബ്ധമസ്നൻ അഭിമാനശൂന്യ യഥാനുഭൂതം പ്രതിയാത നിദ്ര കിഞ്ചാന്യദേഹായ ഗുണാന്ന വൃങ്ക്തേ. അപ്പോൾ മുക്തന്മാരായാൽ പോലും ആ പ്രാരബ്ധം ഭുജിച്ചവനായിട്ട് അത്രയും കാലം ആ അഭിമാനം വെടിഞ്ഞവനായിട്ട് ആ സ്വന്തം ശരീരത്തെ ധരിക്കണം. എന്നിരിക്കലും ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവൻ അനുഭവിച്ചതിനെ എന്ന പോലെ ആ ദേഹാന്തരപ്രാപ്തിക്ക് ആ ഗുണങ്ങളെ വഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. ആ ജീവൻ മുക്തനായാൽ പോലും പ്രാരബ്ധത്തെ ഭുജിക്കുന്നവനായിട്ട് അത്രയും കാലം അത് തീരും വരെ ആ അഭിമാനം വെടിഞ്ഞവനായിട്ട് അത് തൻ്റെ ശരീരത്തെ ധരിക്കണം, ശരീരത്തിൽ ഇരിക്കണം എന്നർത്ഥം. എന്നിരിക്കലും ആ ഉറക്കത്തിൽ നിന്ന് അനുഭവിച്ചതിനെ എന്ന പോലെ ദേഹാന്തരപ്രാപ്തിക്ക് ആ ഗുണങ്ങളെ വഹിക്കുന്നില്ല. അപ്പോൾ അടുത്ത പദങ്ങൾ നോക്കാം. മുക്തഃ അപി, ജീവൻ മുക്തനായാൽ പോലും ആരബ്ധം, ആ പ്രാരബ്ധത്തെ അസ്നൻ ഭുജിക്കുന്നവനായിട്ട് താവത് അത്രയും കാലം അത് തീരും വരെ അഭിമാനശൂന്യ, അഭിമാനം വെടിഞ്ഞവനായിട്ട് സ്വദേഹം തൻ്റെ ശരീരത്തെ ബിഭ്രിയാത് ധരിക്കണം. കിംച എന്നിരിക്കലും പ്രതിയാത നിദ്രഹ, ആ ഉറക്കത്തിൽ നിന്നും ഉണർന്നവൻ അനുഭവിച്ചതിനെ യഥാ എന്ന പോലെ അന്യദേഹായ ദേഹാന്തരപ്രാപ്തിക്ക് ഗുണാൻ, ആ ഗുണങ്ങളെ ന വൃങ്ക്തേ വഹിക്കുന്നില്ല. മുക്തഃ അപി, ജീവൻ മുക്തനായാൽ പോലും ആരബ്ധം പ്രാരബ്ധത്തെ അസ്നൻ ഭുജിക്കുന്നവനായിട്ട് താവത് അത്രയും കാലം അത് തീരും വരെ അഭിമാനശൂന്യ, അഭിമാനം വെടിഞ്ഞവനായിട്ട് സ്വദേഹം തൻ്റെ ശരീരത്തെ ബിഭ്രിയാ ധരിക്കണം. കിംച എന്നിരിക്കലും പ്രതിയാത നിദ്രഹ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നവൻ അനുഭവിച്ചതിനെ യഥാ എന്ന പോലെ അന്യദേഹായ ദേഹാന്തരപ്രാപ്തിക്ക് ഗുണാൻ, ആ ഗുണങ്ങളെ ന വൃങ്ക്തേ വഹിക്കുന്നില്ല. അതിലത്തെ അന്വയം വന്നിട്ട് മുക്തഃ അപി ആരബ്ധം അസ്നൻ താവത്
താവത് അഭിമാനശൂന്യഃ സ്വദേഹം ബിഭ്രിയാത് കിംച പ്രതീയാതനിദ്രഃ അനുഭൂതം യഥാ അന്യദേഹായ ഗുണാൻ ന വൃങ്ക്തേ. എന്നും കൂടി പറയാം. മുക്തഃ അപി ആരബ്ധം അശ്നൻ താവത് അഭിമാനശൂന്യഃ സ്വദേഹം ബിഭ്രിയാത് കിംച പ്രതീയാതനിദ്രഃ അനുഭൂതം യഥാ അന്യദേഹ ഗുണാൻ ന വൃങ്ക്തേ. ജീവൻ മുക്തനായാൽ പോലും പ്രാരബ്ധത്തെ ഭുജിക്കുന്നവനായിട്ട് അത്രയും കാലം അത് തീരും വരെ അഭിമാനം വെടിഞ്ഞവനായിട്ട് ആ സ്വന്തം ശരീരത്തെ ധരിക്കണം എന്നിരിക്കലും ഉറക്കത്തിൽ നിന്നും ഉണർന്നവൻ അനുഭവിച്ചതിന് എന്ന പോലെ ആ ദേഹാന്തര പ്രാപ്തിക്ക് ഗുണങ്ങളെ വഹിക്കുന്നില്ല. ജീവൻ മുക്തനായാൽ പോലും ശരീരത്തിലുള്ളിടത്തോളം കാലം ആ ദേഹാഭിമാനം കൂടാതെ ആ പ്രാരബ്ധം അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ അത് സ്വപ്നത്തിൽ കണ്ടതിനെ പറ്റി ചിന്തിക്കുന്നത് പോലെയേ ഉള്ളൂ. അത് ആത്മാവിനെ ബാധിക്കുന്നില്ല. മാത്രമല്ല ആ ജീവിതം പുനർജന്മപ്രാപ്തിക്ക് ആവശ്യമായിരിക്കുന്ന ഗുണങ്ങളെ സൃഷ്ടിക്കുന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഒന്നുകൂടി നോക്കാം നമുക്ക്. യഹ അല്ല മുക്തഃ അപി അമുക്തനും അഭിമാനശൂന്യ അഭിമാനമില്ലാത്തവനായിട്ട് ആരബ്ധം ആരംഭിച്ചിരിക്കുന്നതിനെ അശ്നൻ അനുഭവിക്കുന്നവനായിട്ട് സ്വദേഹം സ്വന്തം ശരീരത്തെ താവത് വിഭ്രിയാത് അതുവരെ ഭരിക്കണം. പ്രതീയാത നിദ്രഃ ഉറക്കത്തിൽ നിന്നുണർന്നവൻ അനുഭൂതം യഥാ അനുഭവിച്ചതിനെ സ്വപ്നത്തെ എന്ന പോലെ കിംതു എന്നാൽ അന്യദേഹായ അന്യദേഹത്തിനായിക്കൊണ്ടുള്ള ഗുണങ്ങളെ ന വൃങ്ക്തേ വരിക്കുന്നില്ല. മുക്തഃ അപി അഭിമാനശൂന്യഃ ആരബ്ധം അശ്നൻ സ്വദേഹം താവത് വിഭ്രിയാത് പ്രതീയാത നിദ്രഃ അനുഭൂതം യഥാ കിംതു അന്യദേഹായ ഗുണാൻ ന വൃങ്ക്തേ. മുക്തനും അഭിമാനം ഇല്ലാത്തവനായിട്ട് ആരംഭിച്ചിരിക്കുന്നതിനെ അനുഭവിക്കുന്നവനായിട്ട് സ്വന്തം ശരീരത്തെ അതുവരെ ഭരിക്കണം. ഉറക്കത്തിൽ നിന്നുണർന്നവൻ ആ അനുഭവിച്ചതിനെ സ്വപ്നത്തെ എന്ന പോലെ സ്വപ്നത്തെ എന്താ ചെയ്യുക, അതിനെ തിരസ്കരിക്കണം. എന്നാൽ അന്യദേഹത്തിനായിക്കൊണ്ടുള്ള ആ ഗുണങ്ങളെ അവിടെ വരിക്കുന്നില്ല. മുകളിൽ പറഞ്ഞ ആ സ്വാതന്ത്ര്യം അറിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ശരി തന്നെ. അറിഞ്ഞവരെ ഇതിൽ നിന്നും വേറിട്ടവരല്ലയോ എന്ന് ശങ്കിക്കേണ്ട. ആത്മാവിൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞതുകൊണ്ട് ആ സംസാരബന്ധത്തിൽ നിന്നും വിട്ടിരിക്കുന്നവനും അവൻ്റെ ശരീരം നിലനിൽക്കുന്ന കാലത്തോളം ആ പ്രാരബ്ധാനുസരണം വന്നു ചേരുന്ന ആ ഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അവന് ആത്മസാക്ഷാത്കാരം ഉണ്ടായതുകൊണ്ട് ആ ശരീരാഭിമാനമോ അത് നിമിത്തമുണ്ടാകുന്ന സുഖി ദുഃഖി എന്നുള്ള ഭാവമോ ഉണ്ടാകുന്നില്ല. അതിനാൽ അവൻ്റെ കർമ്മങ്ങളും ഭോഗാനുഭവങ്ങളും ഇനിമേൽ ആ ശരീരപ്രാപ്തിക്ക് കാരണം ആയിരിക്കുന്നില്ല. ഏതുപോലെ എന്നാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവൻ സ്വപ്നത്തിൽ അനുഭവിച്ചതായിരിക്കുന്ന സുഖദുഃഖങ്ങളെ ഓർക്കുന്നുവെങ്കിലും ആ ഓർമ്മ നിമിത്തം അവർ സുഖിയോ ദുഃഖിയോ ആയിരിക്കുന്നില്ലയോ, അതുപോലെ അജ്ഞാനരൂപമായിരിക്കുന്ന നിദ്രയിൽ നിന്നും ഉണർന്ന ജീവൻ മുക്തൻ ആ പ്രാരബ്ധത്തെ ഓർക്കുന്നവനായാലും അഭിമാനിക്കുന്നില്ല. അതിനാൽ പുനർജന്മാദികൾക്ക് അത് കാരണമാവുന്നില്ല. എന്നാലും പ്രാരബ്ധാനുസാരണം ദേഹയോഗവും സുഖാനുഭവങ്ങളും ജ്ഞാനികൾക്കു കൂടി ഒഴിപ്പാൻ കഴിയാത്ത സ്ഥിതിക്ക് അജ്ഞാനികളുടെ കഥ പറയണമോ എന്നാണ് ഇവിടെ സാരമായിട്ട് പറയുന്നത്. അപ്പോൾ അംഗനാഥ ഗുണകർമ്മസംഗാത് യത് യത് അയുക്ത തത്തത് ആസ്ഥായ ചക്ഷുഷ്മതഃ നീയമാനഃ അന്ധഃ ഇവ ഈശ്വര അഭിസൃഷ്ടം ഹി സുഖം ദുഃഖം വാ അവരുദ്ധ്മഹേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് ശരിയാണ് ആയിരിക്കാം, പക്ഷേ ആ ദേഹാദിബന്ധം അവിദ്വാൻമാർക്കുള്ളതാണ്, ആത്മജ്ഞാനികൾക്കുള്ളതല്ല എന്നാണെങ്കിൽ അതിന് പറയുകയാണ്. മുക്തഃ അപിയാവത് ആരബ്ധം താവത് യഥാ പ്രതീയാതനിദ്രഃ അനുഭൂതം അനുസ്മരതി തഥാ അഭിമാനശൂന്യഃ ആരബ്ധം അശ്നൻ സ്വദേഹം ബിഭ്രിയാത് കിംതു അന്യദേഹായ ഗുണാൻ ന വൃങ്ക്തേ. അമുക്തന്മാരായവർ പോലും എത്ര കാലത്തോളം ആ പ്രാരബ്ധ കർമ്മം നിലനിൽക്കുന്നുവോ
അത്രയും കാലത്തോളം ഏതൊരു പ്രകാരം ഉറക്കം വിട്ടുണർന്നവൻ ഉറക്കത്തിലുണ്ടായിരിക്കുന്ന സ്വപ്നാനുഭവത്തെ അനുസ്മരിക്കുന്നുവോ അപ്രകാരം കർത്തൃത്വ ഭോക്തൃത്വാദി അഭിമാനമില്ലാത്ത ആ പ്രാരബ്ധ കർമ്മ ഫലത്തെ അനുഭവിച്ചുകൊണ്ട് തൻ്റെ ആ ശരീരത്തെ ധരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാൽ അവൻ വീണ്ടും മറ്റൊരു ശരീരം ആരംഭിക്കുന്നതിന് കർമ്മവാസനകളെ അവിടെ ഉണ്ടാക്കുന്നില്ല, ഏൽക്കുന്നില്ല. അപ്പോൾ ഗൃഹത്തിൽ ഇരുന്ന് ആ ഭോഗങ്ങളെ അനുഭവിക്കുന്നവന് ആ അഭിമാനശൂന്യതയും മുക്തിയും ഉണ്ടാവുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതെങ്ങനെ എന്നുള്ള അടുത്ത ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഒന്നുകൂടി വ്യാഖ്യാനത്തിൽ എന്ത് പറയണമെന്ന് നോക്കാം. അഭിമാനശൂന്യോ മുക്തോപി, അഭിമാനശൂന്യരായിട്ട് മുക്തന്മാർ കൂടി യാതൊരു പ്രാരബ്ധകർമ്മം യാതൊരു പ്രാരബ്ധകർമ്മത്തെ സ്വന്തം സ്വദേഹം വിഭർത്തി, പ്രാരബ്ധകർമ്മത്തിനായിട്ട് സ്വന്തം ദേഹത്തെ അവർ സ്വീകരിക്കുന്നു എന്നർത്ഥം. അഭിമാനശൂന്യോ മുക്തോപി, അഭിമാനശൂന്യരായിരിക്കുന്ന മുക്തന്മാർ പോലും യാവത്, ഈ പ്രാരബ്ധകർമ്മങ്ങൾ കൊണ്ട് താവത്, അതിനായിട്ട് ഈ പ്രാരബ്ധകർമ്മത്തിനായിട്ട് സ്വന്തം ദേഹം താവത് സ്വദേഹത്തെ ബിഭർത്തി ധരിക്കുന്നു എന്നാണ് ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അഭിമാനശൂന്യോ മുക്തോപി യാവത് പ്രാരബ്ധകർമ്മ താവത് സ്വദേഹം ബിഭർത്തി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം വന്നിട്ട് 17ാമത്തെ ശ്ലോകം. പതിനേഴാമത്തെ ശ്ലോകമാണ് അടുത്ത ശ്ലോകം. 17ാമത്തെ ശ്ലോകം. ഭയം പ്രമത്തസ്യ വനേഷ്വപി സ്യാദ്യതസ്സ ആസ്തേ സഹ സപത്നഃ ജിതേന്ദ്രിയസ്യാത്മരതേർബുധസ്യ ഗൃഹാശ്രമ കിം नु കരോത്യവദ്യം. ഭയം പ്രമത്തസ്യ വനേഷ്വപി സ്യാദ് യതസ്സ ആസ്തേ സഹ സപത്നഃ ജിതേന്ദ്രിയസ്യാത്മരതേർബുധസ്യ ഗൃഹാശ്രമ കിം नु കരോത്യവദ്യ. അപ്പോൾ അഹങ്കാരിയായവന് പ്രമത്തസ്യ, അഹങ്കാരിയായവന് ആ വനത്തിലായാലും ഭയമുണ്ടാകും. എന്തെന്നാൽ അവൻ ആ 6 ശത്രുക്കളോടും കൂടിയിരിക്കുന്നു. കാമക്രോധം അത് മോഹത്താൽ ഇരിക്കുന്നു. അങ്ങനെ ഇന്ദ്രിയ ജയം കൈവരിച്ചിട്ട് ആത്മാവിൽ രമിക്കുന്ന ബുദ്ധിമാന് ആ ഗൃഹസ്ഥാശ്രമം എന്നതുപോലും ദോഷത്തെ ഗൃഹസ്ഥാശ്രമം എന്ത് ദോഷത്തെ ചെയ്യുന്നു? ഗൃഹസ്ഥാശ്രമത്തിലായിരുന്നാലും അവന് പ്രത്യേക ദോഷമൊന്നും വരുന്നില്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പ്രമത്തസ്യ, അഹങ്കാരിയായവന് വനേഷു അപി, വനത്തിലായാലും ഭയമുണ്ടാകും. യതഃ, എന്തെന്നാൽ സഹ, അവൻ, എന്തുകൊണ്ടവൻ സഹ സപത്ന, 6 ശത്രുക്കളോടും കൂടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഈ കാമക്രോധം അത് മോഹലോഭങ്ങളാകുന്ന 6 ശത്രുക്കളോട് കൂടിയിട്ടായിരിക്കുന്നത്. നേരെ വെച്ച് ജിതേന്ദ്രിയസ്യ, അവർക്ക് ഈ ശത്രുക്കളില്ല, ഇന്ദ്രിയജയം കൈവരിച്ചിട്ടുള്ളവരാണ്. അവർ ആത്മരതേഹെ, ആത്മാവിൽ രമിക്കുന്നവരാണ്. അങ്ങനെയുള്ള ബുദ്ധിമാന്മാരാണ്. ബുധസ്യ, ബുദ്ധിമാന് ഗൃഹസ്ഥാശ്രമത്തിൽ, അവർ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നാലും എന്ത് ദോഷത്തെ ചെയ്യുന്നു, അവന് അത് ഒരു ദോഷത്തെ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ടാണ് വരുന്നത്. കിന്നു അവദ്യം കരോതി, എന്ത് ദോഷത്തെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് ദോഷത്തെ ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ പ്രമത്തസ്യ വനേഷു അപി ഭയം സ്യാത് യതഃ സഹ ഷട്സപത്നഃ ആസ്തേ യസ്യ ആത്മരതേഹ ബുധസ്യ ഗൃഹസ്ഥാശ്രമം കിം नु അവദ്യം കരോതി എന്നുള്ളതാണ് അതിലത്തെ അന്വയം വരിക. പ്രമത്തസ്യ വനേഷു അപി ഭയം സ്യാത് യതഃ സഹ ഷട്സപത്നഃ ആസ്തേ ജിതേന്ദ്രിയസ്യ ആത്മരതേഹ
ബുധസ്യ ഗൃഹസ്ഥാശ്രമം കിം नु അവദ്യം കരോതി. അഹങ്കാരിയായവന് ഇരിക്കുന്നതായാലും ഇരുന്നാൽ പോലും ഭയം ഉണ്ടാകും. എന്തെന്നാൽ അവൻ 6 ശത്രുക്കളോട് കൂടിയിട്ട് ഇരിക്കുന്നു. എന്നാൽ ഇന്ദ്രിയജയം കൈവരിച്ച ആത്മാവിൽ രമിക്കുന്ന ബുദ്ധിമാനാവട്ടെ അവന് ഗൃഹസ്ഥാശ്രമം എന്ത് ദോഷത്തെ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതാണ് ഇവിടെ എന്താണ്, ജീവൻ മുക്തനായാൽ പോലും ആ ശരീരമുള്ളിടത്തോളം കാലം ആ ദേഹാഭിമാനം കൂടാതെ ആ പ്രാരബ്ധം അനുഭവിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അത് സ്വപ്നത്തിൽ കണ്ടതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലെയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആത്മാവിനെ അത് ബാധിക്കുന്നില്ല. മാത്രമല്ല ഈ ജീവിതം പുനർജന്മപ്രാപ്തിക്ക് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളെ സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനോജയം സിദ്ധിച്ചിട്ടില്ലാത്തവന് വാനപ്രസ്ഥം സ്വീകരിച്ചാലും ആ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന 6 ശത്രുക്കളിൽ നിന്നും ഭയം സുനിശ്ചിതമാണ്. അതേസമയം ഇന്ദ്രിയ നിഗ്രഹം കൈവരിച്ച് ആത്മാവിൽ ആനന്ദിക്കുന്ന ബുദ്ധിമാനായവന് ഗൃഹസ്ഥാശ്രമം അപകടകാരിയല്ലതാനും എന്നുള്ളതാണ് പറയുന്നത്. ഏത് ആശ്രമം സ്വീകരിക്കുന്നു എന്നതല്ല, ഏത് പ്രകാരം ജീവിക്കുന്നു എന്നതാണ് മാനദണ്ഡം. ഇന്ദ്രിയ നിഗ്രഹം കൈവരിക്കാത്തവന് ആ വാനപ്രസ്ഥമോ സന്യാസം പോലുമോ ഉത്കർഷഹേതുവല്ല. അതേസമയം ഭോഗാസക്തികളില്ലാത്ത ആ ഗൃഹസ്ഥാശ്രമ ജീവിതം ശ്രേയസ്കരം തന്നെയും ആണ് എന്നാണ് അർത്ഥം. അതെങ്ങനെ വേണമെന്ന് ഇനി ഉപദേശിക്കുന്നു. ഷഡ്സപത്നന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമക്രോധാദികളും ആകാം. കാമക്രോധസ്തഥാ മോഹോ ലോഭോ മാനോ മദസ്തഥാ ഷഡ്വർഗമുത്സൃജേത് ഏനമസ്മിം സ്ത്യക്തേ സുഖം നൃപ. ശുക്രനീതിയിൽ പറയുന്നുണ്ട്. ഇവയെ ഷഡ്വർഗങ്ങളെന്നും വിശേഷിപ്പിക്കാം. കാമം, ക്രോധം, ലോഭം, മദം, മോഹം, മാത്സര്യം ഇവയെന്ന് ആ പക്ഷാന്തരം. ഈ പ്രമാണവുമായിട്ട് കാര്യമായിട്ട് അന്തരം ഇല്ല. അത് തന്നെയാണ് ഇവിടെ 6 ഇതിൽ എന്താണ് മനസ്സും ആ പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്നത്. മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമാകുന്ന 6 ശത്രുക്കൾ. അവയെ കൊണ്ടാണ് നമ്മൾക്ക് ആ സംസാര ഭയത്തിന് അനുയോജ്യരായിട്ട് നമുക്ക് ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ യാതൊരുവൻ ഷഡ്സപത്നൻ 6 ശത്രുക്കളെ വിജിഗീഷമാണ ജയിപ്പാൻ ആഗ്രഹിക്കുന്നവനോ, അതല്ലല്ലോ എന്താണ് ഭയം, അവിടെ ഇതല്ല, പ്രമത്തസ്യ ആ മനസ്സിരുത്താത്തവനെന്ന് പറഞ്ഞാൽ അഹങ്കാരിയായവനെന്നർത്ഥം. വനേഷു അപി വനങ്ങളിലും ഭയം സ്യാൽ ഭയമുണ്ടാകും. യതഃ എന്തുകൊണ്ടെന്നാൽ സഹഷഡ്സപത്നഃ ആസ്തെ അവൻ 6 ശത്രുക്കളോട് കൂടിയിരിക്കുന്നു. ജിതേന്ദ്രിയസ്യ ജയിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോട് കൂടിയവനും ആത്മരതേഹെ ആത്മാവിൽ രതിയെ പ്രാപിച്ചവനുമായിരിക്കുന്ന ബുധസ്യ വിദ്വാന് ഗൃഹസ്ഥാശ്രമ സ്വീകാര്യം അവദ്യം ദോഷത്തെ കിംന്നു കരോതി ചെയ്യുന്നുവോ. ഇത് ശ്ലോകത്തിലെ പോലെ ചോദിച്ചിരിക്കുക. അതിൻ്റെ മീനിങ് വരുന്ന അർത്ഥം വരുന്നത് അവന് ആ ദോഷത്തെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാലും അവന് ദോഷം വരുന്നില്ല എന്നുള്ളതാണ് അവിടെ അർത്ഥം ആക്കേണ്ടത്. അപ്പോൾ പ്രമത്തസ്യ വനേഷു അപി ഭയം സ്യാദ് യതഃ സഹ സപത്നഃ ജിതേന്ദ്രിയസ്യ ആത്മരതേ ബുധസ്യ ഗൃഹസ്ഥാശ്രമഃ അവദ്യം കിന്നു കരോതി. അതായത് മനസ്സിരുത്താത്തവന് ആ വനങ്ങളിലും ഭയം ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ അവൻ ആ 6 ശത്രുക്കളോട് കൂടിയിരിക്കുന്നു. ജയിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോട് കൂടിയവനും ആത്മാവിൽ രതിയെ പ്രാപിച്ചവനുമായിരിക്കുന്ന വിദ്വാന് ഗൃഹസ്ഥാശ്രമ സ്വീകാര്യം ദോഷത്തെ ചെയ്യുന്നുവോ. ഭഗവാന്റെ അനുഗ്രഹം സമ്പാദിപ്പാൻ ആവശ്യമായിരിക്കുന്ന കർമ്മങ്ങളിൽ മനസ്സിരുത്താത്ത ഒരുവൻ, അഹങ്കാരിയായിരിക്കുന്ന ഒരുവൻ സംഘദോഷത്തെ ഭയപ്പെട്ട് കാടുകൾ തോറും സഞ്ചരിച്ചാലും നരകാദി ഭയം അവനെ വിട്ടുപിരിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഭഗവാന്റെ അനുഗ്രഹമില്ലാത്തതിനാൽ ആ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടിയ 6 ശത്രുക്കൾ അവൻ്റെ ഒരുമിച്ച് തന്നെ ഇരിക്കുന്നു ഉണ്ട്. ഭഗവത് ഭക്തിയുടെ സഹായത്താൽ ഇന്ദ്രിയങ്ങളെ അടക്കി ആത്മാവായ ശ്രീഹരിയിൽ രതിയെ സമ്പാദിച്ചിരിക്കുന്ന വിദ്വാൻമാരായിരിക്കുന്നവർ ഗൃഹസ്ഥാശ്രമത്തെ അംഗീകരിക്കുന്നത് കൊണ്ട്
എന്തു ദോഷമാണ് ഉണ്ടാവാനുള്ളത്? ഒന്നും ഇല്ല. സംസാര നിവൃത്തി ഭഗവത് അനുഗ്രഹത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിന് ഭഗവാനെ ഭജിക്കണം. അത് ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് തന്നെ സ്വധർമാനുഷ്ഠാനം എന്ന നിലയിൽ ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ലെന്നാണ് ഇവിടെ സിദ്ധാന്തിക്കുന്നത്. പ്രമത്തസ്യ വനേഷു അപി ഭയം സ്യാത് യതഃ സഹ സഹഷട്സപത്നഃ ആസ്തേ ജിതേന്ദ്രിയസ്യ ആത്മരതേഃ ബുധസ്യ ഗൃഹാശ്രമം അവദ്യം കിം नु കരോതി. ജിതേന്ദ്രിയത്വം ഇല്ലാത്ത ആ ലോലചിത്തന് തപോവനങ്ങളിലായാലും സംസൃതി ഭയം സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം എന്തെന്നാൽ അവൻ ആ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമാവുന്ന 6 ശത്രുക്കളോട് കൂടിയവനായിട്ട് അവിടെ വസിക്കുന്നവനാണ്. ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനും ആത്മാവിൽ ആനന്ദം കൊള്ളുന്നവനും ആയിരിക്കുന്ന വിവേകിക്ക് ആ ഗൃഹസ്ഥാശ്രമ വൃത്തി ദോഷത്തെ ചെയ്യുന്നതെങ്ങനെ എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. അതാണ് 17ാമത്തെ. ഭയം പ്രമത്തസ്യ വനേഷ്വപി സ്യാദ് യതസ്സ ആസ്തേഷ സഹഷട്സപത്നഃ ജിതേന്ദ്രിയസ്യ ആത്മരതേർബുധസ്യ ഗൃഹാശ്രമ കിം नु കരോത്യവദ്യം. അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. അജിതേന്ദ്രിയന്മാർക്ക് ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവർക്ക് വനേഷ്വപി സംസാര സ്യാത്, വനത്തിലും ആ സംസാരം തന്നെയാണ് അവർക്ക് ഫലം. യതഃ എന്തുകൊണ്ടെന്നാൽ ഷഡ്ശത്രുസഹിത ആസ്തേ, അവർ 6 ശത്രുക്കളോട് കൂടിയിട്ട് ഇരിക്കുകയാണ് ചെയ്യണം. നേരെ മറിച്ച് ജിതേന്ദ്രിയസ്യ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരായിരിക്കുന്ന ഗൃഹാശ്രമോ ഗൃഹസ്ഥാശ്രമികൾ രാഗാദിദോഷം ന കരോതി, അവർക്ക് രാഗാദിദോഷങ്ങളെ തീണ്ടുന്നില്ല എന്നർത്ഥം. അജിതേന്ദ്രിയസ്യ ജിതേന്ദ്രിയന്മാരല്ലാത്തവർക്ക്, അഹങ്കാരികൾക്ക്, വേണ്ട വിധത്തിൽ മനസ്സിരുത്താത്ത ആൾക്കാർക്ക് വനേഷ്വപി സംസാര ഭയം സ്യാത്, വനത്തിലും ആ സംസാര ഭയം ഉണ്ടാവണു. യതഃ എന്നാൽ ഷഡ് ശത്രുസഹിത എന്തുകൊണ്ടെന്നാൽ അവർ ഷഡ് ശത്രുസഹിത ആസ്തേ 6 ശത്രുക്കളോട് കൂടിയിരിക്കുന്നു. മനസ്സും പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കാമക്രോധം മോഹമദാദി ലോഭാദി ആ 6 ശത്രുക്കളോട് കൂടി ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരിക്കലും ആ സംസാര ഭയം നശിക്കുന്നില്ല. നേരെ മറിച്ച് ജിതേന്ദ്രിയസ്യ ഇന്ദ്രിയജയം സിദ്ധിച്ചിട്ടുള്ള ഗൃഹസ്ഥാശ്രമികൾക്ക് അരാഗാദിദോഷം എന്ന ആ അവസ്ഥ അവിടെ ന കരോതി, അവിടെ ഉണ്ടാവുന്നില്ല എന്നർത്ഥം. ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് അജിതേന്ദ്രിയസ്യ വനേഷ്വപി സംസാരസ്യ യതഃ ഷഡ്ശത്രുസഹിത ആസ്തേ ജിതേന്ദ്രിയസ്യ ഗൃഹാശ്രമോ രാഗാദിദോഷം ന കരോതി. അതാണ് ഈ 18ാമത്തെ ശ്ലോകം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ